ഹീറ്റ് മതി. ചിലപ്പോ ചിലര് കണ്ടിട്ടില്ലേ, ഇന്ന് എനിക്ക് എത്ര ജോലി ചെയ്താലും ഒരു ക്ഷീണോ ഇല്ല. എന്താ ക്ഷീണോ ഇല്ലാതിരിക്കാൻ കാരണം? നിറഞ്ഞ സംതൃപ്തിയോടുകൂടി ആ ജോലി ചെയ്തത്. എനർജി കുറച്ചേ ചെലവായുള്ളൂ. ഇന്നലെ ചെയ്തതോ ഇന്നലെ മൊത്തം നെഗറ്റീവായിരുന്നു. പ്രാഗിക്കൊണ്ടാ ഞാൻ ചെയ്തത്, ശപിച്ചുകൊണ്ട്. അതിന്റെ റിസൾട്ട് എന്താണ്? 100 കലോറി ഈക്വലന്റ് ഹീറ്റ് ചെലവായി. അതുകൊണ്ട് ക്ഷീണം, എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ. അതുകൊണ്ട് ഒരു തപസ്സായിട്ട് ജീവിക്കാം. ക്ഷേത്രത്തിലേക്ക് പോകുന്നു എങ്കിൽ അതൊരു തപസ്. ആ യജ്ഞവും തപസ്സും ജീവിതത്തിലെ ധന്യമാക്കാൻ സാധിക്കണം. ഒന്ന് വീണ്ടും തിരിച്ചു വരാം. അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ശൗചം, സന്തോഷം, തപഃ, സ്വാധ്യായം. 2 കൂടിയുണ്ട്. അതില് 9ാമത്തേത് സ്വാധ്യായം. നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുകയാണെങ്കിലും ഏത് ജോലി ചെയ്യുകയാണെങ്കിലും അതിനെക്കുറിച്ച് പരമാവധി അറിവ് നേടുക. നിങ്ങൾ ഒരു ക്ലർക്കാണെങ്കിൽ ആ ക്ലർക്കിൽ നിന്ന് ഏതെല്ലാം അറിവുകൾ മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നുണ്ടോ ആ അറിവുകൾ നേടാൻ നിങ്ങൾക്ക് സാധിക്കണം. വീട്ടമ്മയാണെങ്കിൽ നിങ്ങൾ വെക്കുന്ന കറി ഒരു 650 തരത്തിലുള്ള കറികളെങ്കിലും വെക്കാൻ പഠിക്കുക. വെറുതെ ഇരുന്ന് പഠിക്കുക, വേറെ ജോലിയൊന്നുമില്ലല്ലോ. ഒരു കപ്പലണ്ടി കൊണ്ട് കറി ഉണ്ടാക്കാൻ പഠിക്കുക, ഉള്ളി കൊണ്ട് കറി ഉണ്ടാക്കാൻ പഠിക്കുക, പൊട്ടുകടല കൊണ്ട് കറി ഉണ്ടാക്കാൻ പഠിക്കുക, വാഴക്കൂമ്പ് കൊണ്ട് കറി ഉണ്ടാക്കാൻ പഠിക്കുക. പഠിച്ചാൽ മാത്രം പോരാ, ഭർത്താവിന് തിന്നാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ തീറ്റാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയേക്കരുത്. അപ്പൊ അവനവൻ തിന്നു നോക്കാം. എത്രയാ ഉഴുന്നുപരിപ്പ് വറുത്തൊരു കറി ഉണ്ടാക്കാം. ഉഴുന്നുപരിപ്പ് വറുത്ത കറി ഉപയോഗിച്ച് ചെറിയ ഉള്ളിയും ചേർത്തിട്ടുണ്ടാക്കാം. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ ഇട്ടിട്ട് ഉണ്ടാക്കാൻ നോക്കുക. അതേ സാധനം ഉപയോഗിച്ച് ഉഴുന്നുവട ഉപയോഗിച്ച് കറി ഉണ്ടാക്കാൻ പഠിക്കുക. അതിലേക്ക് ഏതെങ്കിലും ഇത്തിരി പെരിഞ്ചീരകം കൂടി അരച്ചിട്ട് നോക്കുക. നല്ല ടേസ്റ്റ്, അസൽ സാധനം. 650 ട്രഡീഷണൽ കറി ഉണ്ടാക്കാനുള്ള ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. 650 ട്രഡീഷണൽ കറി ഉണ്ടാക്കാനുള്ള ഒരു പുസ്തകം. ഞാനൊരു ഹോട്ടൽ സപ്ലയർ ആയിരുന്നു, അന്ന് എഴുതിയതാ. അതെല്ലാം കൂടി കമ്പയർ ചെയ്തിട്ടാണ് ഇപ്പൊ അത് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. അപ്പോ ആ കറി ഉണ്ടാക്കുന്ന മെത്തേഡ് അതൊരു യഥാർത്ഥത്തിലൊരു സ്വാധ്യായം. നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്ത് കാനഡയിൽ പോയപ്പോഴത്തേക്കും ആ താമസിച്ചിരുന്ന വീട്ടില് ഒരാൾ ചോദിച്ചു, സാറേ ഇന്ന് വരെ ലോകത്തിൽ ആരും കഴിക്കാത്തൊരു കറിയുടെ പേര് പറയാമോ? ഇപ്പൊ ഉണ്ടാക്കി തരാമെന്ന് ഞാൻ പറഞ്ഞു. ഇഡ്ഡലി ബാക്കിയുണ്ടായിരുന്നു. ഇഡ്ഡലി മിക്സിയിലിട്ട് കുറച്ച് ചുവന്ന മുളകും ചേർത്ത് ഇഡ്ഡലി അരച്ചു. അരച്ചതിന് ശേഷം നേരെ വെള്ളവും ചേർത്ത് കടുക് വറുത്തു. ഉഗ്രൻ ചട്നി, ഇഡ്ഡലി ചട്നി. നിങ്ങൾ ആരെങ്കിലും തിന്നിട്ടുണ്ടോ? ഒന്ന് തിന്നു നോക്കുക. ഇഡ്ഡലി ചട്നിയാണെന്ന് അറിയേയില്ല. അത് ഒറ്റയാളറിയില്ല ഇഡ്ഡലി ചട്നിയാണെന്ന്. അപ്പൊ മുളക് അരയ്ക്കുക, ഇഡ്ഡലി അതിലേക്ക് ഇടുക, മിക്സി ഇട്ടൊന്ന് അടിക്കുക. മിക്സി ഉള്ളതുകൊണ്ട് പേടിക്കാനൊന്നുമില്ലല്ലോ. അതിട്ടൊന്ന് അടിക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, കടുക് വറുക്കുക. ഉഗ്രൻ. ഒന്നും ഇടണ്ട, ഇഡ്ഡലി ചട്നി. ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള ചട്നിയല്ല, ഇഡ്ഡലി കൊണ്ടുള്ള ചട്നി. അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. എന്തെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ ഒരു ചെറിയ റിമോട്ട് കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പൊ സ്വാധ്യായം പഠിക്കുക. ഓഫീസിൽ ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ മൊത്തം പഠിക്കാം. കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള ആളാണെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഫിംഗർ ടിപ്സിൽ കളിക്കാൻ പഠിക്കണം. അങ്ങനെ എത്ര അറിവുകളുണ്ട്. അത് നേടാൻ ജീവിതത്തിൽ സാധിക്കുമ്പോൾ ജന്മം വ്യർത്ഥമായി എന്ന് തോന്നില്ല. പഠിപ്പിച്ച് ജീവിതത്തിൽ എത്ര ഫോൺ കോൾ നിങ്ങൾക്ക് കിട്ടുന്നറിയോ? എത്ര പേരാ ചോദിക്കുക, സംശയമുള്ളത്, സാർ എങ്ങനെയാ വേദം വായിക്കുക, ഒന്ന് പഠിച്ചാൽ കൊള്ളാന്നുണ്ട്. എന്താ ശിക്ഷാഗ്രന്ഥം? ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, എന്റെ അമ്മ മരിച്ചിട്ട് 41 വർഷമായി, അമ്മയ്ക്ക് ഗതി പിടിച്ചിട്ടുണ്ടാവുമോ? എനിക്കറിഞ്ഞൂടാ നിങ്ങളുടെ അമ്മയ്ക്ക് ഗതി പിടിച്ചിട്ടുണ്ട്, എന്നാലും പറയണം. കാരണം ഇയാളുടെ മുഖം എനിക്ക് കണ്ടിട്ടില്ല, ഇയാൾ എങ്ങനെയുള്ള പാർട്ടിയാണെന്ന് അറിഞ്ഞൂടാ. ഇതൊന്നുമില്ല, രാത്രി 11:30 മണിക്കായിരിക്കും ചിലപ്പോൾ മലപ്പുറത്തുനിന്ന് വിളിക്കുന്നത്, സാറേ ഈ ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാ പോവുക? ആത്മാവ് എങ്ങോട്ട്? താനെന്തിനാണോ എന്നെ വിളിച്ചത്? പലരെയും വിളിച്ചപ്പോ എല്ലാവരും പറഞ്ഞത് സാറിനോട് ചോദിക്കാനാണ്. ഉറപ്പാണോ ഞാൻ പറഞ്ഞ താൻ വിശ്വസിക്കുന്നത്? ഉറപ്പാണ് സാറേ. അപ്പൊ ജീവിച്ചിരുന്നപ്പോ കള്ളുഷാപ്പിലേക്ക് പോയി ശീലിച്ച വ്യക്തിയാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവ് കള്ളുഷാപ്പിൽ തന്നെ പോകും. ജീവിച്ചിരിക്കുമ്പോ ഹോട്ടലിൽ ദിവസവും പോകുന്ന വ്യക്തിയാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവും ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അല്ലാണ്ട് എനിക്ക് എന്തെന്നാ പറയാൻ സാധിക്കും? സാറിന് എങ്ങനെ എത്ര കറക്റ്റായിട്ട് പറയാൻ സാധിക്കുന്നത്? ഞാൻ എത്ര പ്രാവശ്യം മരിച്ചതിന് ശേഷം പോയിട്ടുണ്ടെന്ന് തനിക്കറിയോ? അപ്പോഴയാൾക്ക് മൊത്തം കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്.
പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തൊക്കെയോ ഉണ്ടെന്ന് ധരിച്ചിട്ടാ വിളിക്കുന്നത്. പക്ഷെ ശരിക്കുള്ള അറിവ് വെച്ച് ആ അറിവ് സ്വാധ്യായത്തിലൂടെ നേടി മുമ്പോട്ട് പോകുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർക്ക് അവരുടെ സംശയം നിവാരണം ചെയ്യാൻ നിങ്ങളെന്ന ഇലക്ട്രിക് ബൾബ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പോസ്റ്റിന്, നിങ്ങളെന്ന ഇലക്ട്രിക് പോസ്റ്റിന് ആ വിളക്കിന്റെ പ്രകാശം ഒത്തിരി പേരിൽ എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് ജീവിതം സമ്പന്നമാകാൻ സാധിക്കുന്ന അത്രയും അറിവ് നേടുക. അതിന് ഇന്നലെ ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞതുപോലെ ചെവി തുറന്നു വെക്കുക, കണ്ണ് തുറന്നു വെക്കുക. എപ്പോഴും അല്ല, ആവശ്യത്തിന് അടക്കണം. തുറന്നു വെക്കുക, നല്ലത് കാണാൻ, നല്ലത് കേൾക്കാൻ, നല്ലത് ചിന്തിക്കാൻ. ഈ 3 അവയവങ്ങൾ നിങ്ങൾ തുറന്നു വെച്ചാൽ അറിവിന്റെ പ്രവാഹം അകത്തേക്ക് ഉണ്ടാകാതിരിക്കില്ല. ആ അറിവ് നേടണം. സ്വാധ്യായം, ശൗചം, ശരീരത്തിന്റെ ബാഹ്യമായ ക്ലീനിങ്, ഇന്റേണൽ ക്ലീനിങ്, ശ്വാസകോശം ക്ലീൻ ചെയ്യുക, ബ്രെയിൻ ക്ലീൻ ചെയ്യുക. ശൗചം, സന്തോഷം. ലഭിക്കുന്ന ഓരോ മിനിറ്റും സന്തോഷിക്കാനായിട്ട് പഠിക്കുക. തപസ്, ഓരോ കർമ്മവും ഒരു തപശ്ചര്യയായി ചെയ്യാൻ നമുക്ക് സാധിക്കണം. തപശ്ചര്യ കഴിഞ്ഞാൽ സ്വാധ്യായം, ലേണിംഗ് ആൻഡ് ടീച്ചിങ് പ്രോസസ്. എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഭാരതീയ പൈതൃകം പഠിക്കുക. പഠിപ്പിക്കാൻ ആവശ്യമായ സർവ്വതും നിങ്ങൾക്ക് എത്തിച്ചു തരാം. അത് പഠിക്കാൻ സാധിക്കണം. ആ പഠിച്ചു പഠിച്ചു പഠിച്ച് ധന്യരാവുക എന്ന് പറയാറില്ലേ? അതിൽ നമ്മുടെ പൂർവീക ഋഷിവര്യന്മാർ പറയാറുണ്ട്, ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയാ പാദം സ ബ്രഹ്മചാരിഭ്യ ശേഷം കാലക്രമേണ ച. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ടീച്ചറിൽ നിന്ന് കാൽഭാഗമേ കിട്ടുള്ളൂ. ബാക്കി കാൽഭാഗം അവനവൻ പഠിക്കണം. ബാക്കി കാൽഭാഗം മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത് പഠിക്കണം. ലാസ്റ്റ് കാൽഭാഗം ജീവിക്കുന്ന പ്രക്രിയയില് അഡീഷൻസ്, ഡെലീഷൻസ്, മോഡിഫിക്കേഷൻസ് ആൻഡ് കറക്ഷൻസിലൂടെ സാധിക്കണം. അതായത് ആചാര്യനിൽ നിന്ന് പഠിച്ചത് 25%, റിമൈനിങ് 75% അറിവ് നേടാൻ സ്വാധ്യായം എന്ന പ്രക്രിയയിലൂടെ നമുക്ക് സാധിക്കണം. ജീവിതം ധന്യമാക്കാൻ അവസാനത്തെ പോയിന്റ് ഈശ്വരപ്രണിധാനം. ഈശ്വരൻ എന്നൊരു ശക്തിയുണ്ട്, നിരീശ്വരവാദിക്കടക്കമുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ചിലർ ചോദിക്കാറുണ്ട്, സാറ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന്. അവരോടെല്ലാം പറയാറുണ്ട്, ഉത്തരം പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈശ്വരനെ കാണണമെങ്കിൽ ഒന്നുകിൽ ഡിസ്കവറി ചാനൽ ഓൺ ചെയ്യുക, അല്ലെങ്കിൽ നാഷണൽ ജിയോഗ്രഫി ചാനൽ ഓൺ ചെയ്യുക. 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കള് അതിന് ജന്മം ലഭിച്ച് അത് വളർന്ന് അത് വലുതായി അത് മരിക്കുന്ന സീൻ നിങ്ങൾക്ക് കാണാം. ഈ വലിയ സ്ക്രീനിന്റെ മുമ്പില് ഈ ജന്തുക്കൾ എങ്ങനെ ജനിക്കുന്നു, എങ്ങനെ വളരുന്നു, എങ്ങനെ അത് അന്ത്യം കണ്ടെത്തുന്നു. പല്ലിയുടെ മുട്ട കണ്ടിട്ടുണ്ടോ? ആ മുട്ടയ്ക്കകത്ത് മുട്ട ഒറ്റ ദിവസം പൊട്ടിച്ചാൽ കുറച്ചു വെള്ളം പോലൊരു ദ്രാവകമേ ഉണ്ടാവുള്ളൂ. കൃത്യം 11 ദിവസം കൊണ്ട് ആ ദ്രാവകം ഒരു പല്ലിയായി മാറും. എത്ര ബയോകെമിക്കൽ ചേഞ്ചാണ് ആ മുട്ടയ്ക്കകത്തുണ്ടാകുന്നത്. ഒരു കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ 21ാം ദിവസം കൊക്കുള്ള, തലയിൽ നിറച്ച് രോമമുള്ള, ചിറകുള്ള, നഖങ്ങളുള്ള, കാലുകളുള്ള, ഇത്രയും വലിയ ഇൻഡസ്ട്രൈനുള്ള ഇറച്ചി വെച്ച ഒരു കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വരും. ആ മുട്ടയ്ക്കകത്തെ ഒരു സെല്ല് ഒരു കോഴിക്കുഞ്ഞായി മാറിയ പ്രക്രിയ ഒന്ന് കണ്ണടച്ചിരുന്ന് ചിന്തിക്കുക. ചിലപ്പോ ഞാൻ തമാശയിൽ പറയാറുണ്ട്, ഒരു വിടരാനാകുന്ന കോഴിമുട്ട, വിരിയാനാകുന്ന കോഴിമുട്ട, വിരിയാനാകുന്ന താറാവിന്റെ മുട്ട കുളക്കടവിൽ കൊണ്ടുപോയി വെക്കുക, വെള്ളത്തിന്റെ അടുത്ത് വെക്കുക, ദൂരെ കൈകെട്ടി നിന്ന് നോക്കുക. കോഴിമുട്ട പൊട്ടിച്ച് കോഴിക്കുഞ്ഞ് പുറത്തു വരും. അതുപോലെ താറാമുട്ട പൊട്ടിച്ച് ആ താറാവിന്റെ കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ 2 കുഞ്ഞുങ്ങളും വെള്ളത്തിലേക്ക് നോക്കുന്നുണ്ടാവും. കോഴിക്കുഞ്ഞ് വെള്ളത്തിലേക്ക് നോക്കി പേടിച്ച് അത് പുറകോട്ട് ഓടിപ്പോകും. താറാവിന്റെ കുഞ്ഞ് വെള്ളത്തിലേക്ക് നോക്കിയിട്ട് സന്തോഷത്തോടുകൂടി വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. കോഴിക്കുഞ്ഞിനറിയാം വെള്ളത്തിൽ ചാടിയാ പൊങ്ങില്ല എന്ന്. താറാവിന്റെ കുഞ്ഞിനറിയാം
വെള്ളത്തിൽ ചാടിയാ മുങ്ങില്ല എന്ന് രണ്ടും മുട്ടയ്ക്കകത്തുണ്ടായിരുന്നതാണ്. എങ്ങനെയാ താറാവിന്റെ കുഞ്ഞിന് അറിവുണ്ടായത്? വെള്ളത്തിൽ ചാടിയാലും മുങ്ങില്ല എന്ന്. എങ്ങനെയാ കോഴിക്കുഞ്ഞിന് അറിവുണ്ടായത്? വെള്ളത്തിൽ ചാടരുത് എന്ന അറിവ് ആരാ കൊടുത്തത്? വിവരിക്കാൻ സാധ്യമല്ല. അതിനകത്തൊരറിവുണ്ട്. പശുക്കുട്ടിയെ അല്ലെങ്കിൽ പശുവിനെ ഒരു വലിയ പുൽമേടിയില് മേയാൻ വേണ്ടി വിടുക. ആ പശു തിന്നുന്ന പുല്ലുകളെല്ലാം നോക്കിയിരിക്കുക. ആ പശു ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പച്ച തിന്നില്ല. കാരണം പശു കോൺഗ്രസ് ആയതുകൊണ്ടല്ല. ആ കമ്മ്യൂണിസ്റ്റ് പച്ച തിന്നരുത് എന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ തലച്ചോറില് എഴുതി വെച്ചിട്ടുണ്ട് തിന്നരുത് എന്ന്. നേരെ ഒരു മുറുക്ക്, ചെറിയ മുറുക്കിന്റെ പീസെടുത്ത് കാക്കയ്ക്ക് മുകളിലേക്ക് ഇട്ടുകൊടുക്കാം. കാക്ക നേരെ അത് മുകളിൽ വന്ന് എടുക്കുന്നത് കാണാം. അടുത്തതും ഇട്ടുകൊടുക്കാം.